മലയാളത്തിലെ ഏക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് സ്ഫടികം. 1995 റിലീസായ ചിത്രം സംവിധാനം ചെയ്തത് ഭദ്രനാണ്. മോഹൻലാൽ ഗംഭീരമാക്കിയ ആടുതോമ എന്ന കഥാപാത്രം ഈ സിനിമയിലാണ്. 28 വർഷങ്ങൾക്ക് ശേഷം സ്ഫടികം 4K മികവിൽ റിലീസ് ചെയ്തിരുന്നു. മലയാളത്തിൽ ആദ്യമായിരുന്നു ഇത്തരത്തിൽ ഒരു റിലീസ്. തിലകൻ, ഉർവശി, KPC ലളിത തുടങ്ങിയ വൻ താരനിര ഒന്നിച്ച ചിത്രത്തിന് ഇന്നും വലിയ റിപ്പീറ്റ് വാല്യമുണ്ട്. സ്ഫടികം വെറുമൊരു അടിപ്പടമല്ലെന്നും പ്രേക്ഷകരെ ഇമോഷണലായി കണക്ട് ചെയ്യുന്ന ഒരു സാധനം ചിത്രത്തിലുണ്ടെന്നും ജിസ് പറയുന്നു. സ്ഫടികം പോലൊരു ചിത്രം പിന്നീട് എന്തുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് താൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടെന്നും ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള ചിത്രമാണ് സ്ഫടികമെന്നും ജിസ് ജോയ് പറഞ്ഞു. സ്ഫടികം ഇത്ര ഇടിപ്പടമായിരുന്നു. അതിനെ വെറും ഒരു ഇടിപ്പടമായി മാത്രം കാണുന്നവരുമുണ്ട്. പക്ഷെ എന്തൊരു പടമാണ്! നമ്മളെ അത്രയും ഇമോഷണലായി ഹുക്ക് ചെയ്യാൻ സ്ഫടികത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ഫടികം പോലൊരു സിനിമയൊന്നും പിന്നെ എന്താണ് മലയാളത്തിൽ വരാത്തത് എന്നാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം എത്ര തവണ നമ്മൾ കണ്ടുവെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രയും തവണ നമ്മളെ ഫൈറ്റ് കൊണ്ട് ത്രില്ലടിപ്പിക്കുമ്പോഴും പാട്ടുകൊണ്ട് നമ്മളെ വല്ലാതെ ആകർഷിക്കുമ്പോഴും ആ സിനിമയ്ക്കുള്ളിൽ വല്ലാത്തൊരു ആത്മാവുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമുണ്ട്. എത്രയോ രക്ഷിതാക്കളെ ആ ചിത്രം സ്വാധീനിക്കുന്നുണ്ടാവും. എത്രയോ കുട്ടികളെ, അധ്യാപകരെയും അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സ്ഫടികം ഇന്നും നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത്, ജിസ് ജോയി പറയുന്നു.